ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിഥി രവി. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഞാൻ പള്ളുരുത്തിയിൽ വരുന്നു. നല്ല സ്വർണം എന്ന് ഇതിനോടകം പേരെടുത്ത സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 3ാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ മറക്കണ്ട, ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പള്ളുരുത്തിയിൽ വെച്ച് കാണാം. സീ ഓൾ ദേർ. നോർത്ത് പറവൂർ കുഷ്ഠരോഗ നിവാരണ ലക്ഷ്യവുമായി സംഘടിപ്പിക്കുന്ന അശ്വമേധം ക്യാമ്പയിന്റെ 7ാം ഘട്ട മുനിസിപ്പാലിറ്റി തല ഉദ്ഘാടനം നടന്നു. നോർത്ത് പറവൂർ കുഷ്ഠരോഗ നിവാരണ ലക്ഷ്യമാക്കി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അശ്വമേധം ക്യാമ്പയിന്റെ 7ാം ഘട്ടത്തിന്റെ മുനിസിപ്പാലിറ്റി തല ഉദ്ഘാടനം നോർത്ത് പറവൂർ നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് നിർവഹിച്ചു. ദേശീയ കുഷ്ഠരോഗ നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി വീടുകളിൽ 7ാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിലെ നമ്മുടെ പറവൂർ നഗരസഭയിലെ എല്ലാ വീടുകളിലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ തുടങ്ങുകയാണ്. ഈ സർവേ വീടുകളിലെത്തി നമ്മൾ ഈ പടത്തിൽ കാണുന്ന വിധത്തിലുള്ള ഏതെങ്കിലും പാടുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിയുന്ന ഭാഗങ്ങളുണ്ടോ എന്നെല്ലാം നോക്കി ആ ഭാഗങ്ങളെല്ലാം ഇവരെ പരിശോധിച്ച് ബോധ്യപ്പെടുത്തുന്ന അവർക്ക് അങ്ങനെ എന്തുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പരിപാടിയാണ് അശ്വമേധം. നമ്മുടെ കേരളത്തിലെ പോളിയോ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ മറിഞ്ഞുകിടക്കുന്ന കുഷ്ഠരോഗത്തെ ഗൃഹസന്ദർശനത്തിലൂടെ കണ്ടുപിടിച്ച് രോഗനിർണയം നടത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് അശ്വമേധം ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ജനുവരി 7 മുതൽ 20 വരെ 2 ആഴ്ചക്കാലമാണ് ഭവന സന്ദർശനം നടത്തുന്നതെന്നും അധികൃതർ അറിയിച്ചു. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ വളരെയധികം കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് അതിഥി തൊഴിലാളികളുടെ കടന്നുകയറ്റമൊക്കെ അതിനൊരു കാരണമാണ്. നമുക്കിടയിൽ തന്നെയും ചെറിയ പാടുകൾ വെച്ചുകൊണ്ടിരുന്ന് അതൊരു മറ്റൊരവസ്ഥയിലേക്ക് പോകാതെ ചെറിയ രീതിയിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട പ്രതിവിധി നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ സ്വയം രക്ഷിക്കാൻ സഹായിക്കും. നമ്മൾ മറ്റുള്ളവർ പരിശോധിക്കാൻ എത്രത്തോളം നമ്മൾ ഇതാവുമെന്നറിയില്ല. നമ്മൾ സ്വയം പരിശോധിക്കുക. വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് രാജീവ് CA എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. താലൂക്ക് ആശുപത്രി JHI അനിൽകുമാർ, JPHN അജിത, ആശാപ്രവർത്തക രജിത എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.